CPM-ൽ പരാതി ചോർന്ന വിവാദം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ കൂടി പുറത്ത്. ശ്യാംജിത്ത് അറിയാതെ പാർട്ടിയിൽ നിന്നും കത്ത് പുറത്താകില്ല എന്ന വിമർശനം. വ്യവസായി മുഹമ്മദ് ഷർഷാദിനെ പലതവണ രാജേഷ് കൃഷ്ണയുമായി പരിചയപ്പെടുത്തിയത് ശ്യാംജിത്താണ്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചതായും PB രഹസ്യങ്ങൾ ചോരാൻ കാരണമായി എന്നുമാണ് വിലയിരുത്തൽ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊല്ലം കേന്ദ്രീകരിച്ച് നടത്തിയ ശുചിത്വ ഗ്രാമം പദ്ധതിയിലെ സാമ്പത്തിക ഇടപാടുമായിട്ട് രാജേഷ് കൃഷ്ണയ്ക്ക് ബന്ധമുണ്ട്. 2016 ആദ്യ ലോക കേരള സഭയിൽ ശ്രീരാമകൃഷ്ണന്റെ സഹായത്തോടു കൂടി അംഗമാകുന്നു. സർക്കാരിന്റെ പല പരിപാടികളിലും രാജേഷ് കൃഷ്ണയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടാകുന്നു. ചെന്നൈയിലെ വ്യവസായിയായ മുഹമ്മദ് ഷേർഷാദിന് പലതവണയായി രാജേഷ് കൃഷ്ണയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത്. രാജേഷ് കൃഷ്ണയുമായി ശ്യാംജിത്തിനുള്ള അടുത്ത ബന്ധമാണ് PBക്ക് കൈമാറിയ രഹസ്യ സ്വഭാവമുള്ള പരാതി കോടതി രേഖയാകാൻ കാരണമായത്. സർക്കാരിലെ പല മന്ത്രിമാരും പാർട്ടിയിലെ സമുന്നത നേതാക്കളും രാജേഷ് കൃഷ്ണയുമായി അടുത്ത ബന്ധമുണ്ട്. ഇങ്ങനെയുണ്ടായ സാമ്പത്തിക ഇടപാടുകൾ നിയമവിരുദ്ധമാണെന്നും പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധം കണ്ടെത്തണമെന്നുമായിരുന്നു പരാതി. എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ സ്വാധീനം മൂലം പാർട്ടിയിലെ പ്രധാനപ്പെട്ട പരാതികളുടെ പകർപ്പുകൾ ഉൾപ്പെടെയാണ് ചോർന്നുപോയത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ക്ഷീണമുണ്ടാക്കും. വ്യക്തമായ മറുപടി ഈ വിഷയങ്ങളിൽ പറയേണ്ടി വരും. വിവരങ്ങൾ ചോർന്നതിനു പുറമെ പരാതി കോടതിയിലെ ആധികാരിക രേഖയായി മാറുമ്പോൾ രാജേഷ് കൃഷ്ണയുമായി ബന്ധമുള്ള മന്ത്രിമാർക്കും CPM നേതാക്കൾക്കുമുള്ള സാമ്പത്തിക ഇടപാടുകളുടെയും പ്രധാന രേഖയായി പരാതിയുടെ പകർപ്പ് മാറും. സർക്കാരിനും പാർട്ടിക്കും വലിയ ആഘാതമാകും പരാതി ചോർന്ന സംഭവം. ജനം, തിരുവനന്തപുരം.